ഹായ്, വെൽക്കം ടു ദി സ്കൂൾ മീഡിയ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടുഡേ വി ആർ ഡിസ്കസിങ് ദ റെസ്റ്റ് ഓഫ് ദി പ്രീവിയസ് ക്ലാസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി വർ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി 3 days. That we were already discussed about the 3 days. The first one, equinoxes. The first one, equinoxes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഒരു ദിവസം ഏതാണ്? What is the name of the day? That was equinoxes that experienced in March 21st. All of these we were discussed in the previous class. The March 21st we experience equinoxes, and the September 23rd also. Okay, and the September 23rd, and the March 21st and September 23rd we can experience the equinoxes that experience twice in an year. ഓക്കെ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം. അതിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd, ബോത്ത് ഓഫ് ദീസ് ഡേയ്സ് വി ക്യാൻ എക്സ്പീരിയൻസ് ഈക്വനോക്സസ്. 2 ദിവസങ്ങളിലാണ്, ഒരു വർഷത്തിൽ 2 ദിവസങ്ങളിൽ നമുക്ക് ഈക്വനോക്സസ് അനുഭവപ്പെടുന്നു. Then the second day, that is summer solstice. What is the name of the day? That is summer solstice that experience in June 21st. June 21st we can experience the summer solstice, that is in June 21st. And the third day is that is in December 22 was the name of the day. ആ ദിവസത്തിന്റെ പേരെന്താണ്? That is winter solstice. These are the 3 days that we were discussed in the previous class. ഈ 3 ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. One more time, the March 21st, that is equinoxes, and September 23rd also we can experience equinoxes in these days. And the second one, that is in June 21st, was the name of the day, that is summer solstice that we can experience in June 21st. And the third one is that is in December 22nd was the name of the day, that is winter solstice. അപ്പോൾ ഈ 4 ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അല്ലേ? ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഈക്വനോക്സസ്, then summer solstice, then equinoxes, winter solstice. ഓക്കെ, ഇത് 4 നമ്മൾ 3 അല്ലേ? ദിവസം വെച്ച് നോക്കുമ്പോൾ 4 നെയിം ആകുമ്പോൾ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇനി നോക്കി, ഇനി ശരിക്കും ശ്രദ്ധിക്കുക. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി 4 reasons, the 4 major seasons. അപ്പോൾ പ്രധാനപ്പെട്ട 4 കാലങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി 4 major seasons that experienced in the world. ലോകത്ത് അനുഭവപ്പെടുന്ന, ഭൂമിയിൽ അനുഭവപ്പെടുന്ന, ഓവർ ദി എർത്ത് വി കൻ എക്സ്പീരിയൻസ് 4 seasons ഓവർ ദി എർത്ത് വൺസ് ഇൻ എ ഇയർ. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 4 കാലങ്ങളാണ് അനുഭവപ്പെടുന്നത്. 4 seasons that we can experience. ഓക്കെ, 4 ഉണ്ട്. ഏതൊക്കെയാ നോക്കാം. ദ ഫസ്റ്റ് വൺ, സ്പ്രിംഗ് സീസൺ. മലയാളത്തിൽ നമ്മൾ അതിന് വസന്തകാലം എന്ന് പറയും. സ്പ്രിംഗ് അല്ലേ? ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് ബ്യൂട്ടിയാണ്. ബ്യൂട്ടിഫുൾ സീസണാണ്, സുന്ദരമായ കാലമാണ് സ്പ്രിംഗ് സീസൺ അല്ലേ? അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഇന്ന് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ സ്പ്രിംഗ് സീസൺ, ആൻഡ് അനദർ വൺ സമ്മർ സീസൺ, then autumn season, winter season. വസന്തകാലം, വേനൽക്കാലം, ഹേമന്തകാലം, ശൈത്യകാലം. ഈ 4 കാലങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്.
Today we are discussing about the 4 major seasons that experienced in the over the earth, in the world. 4 എണ്ണം. ഓക്കെ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ശരിക്കും ശ്രദ്ധിക്കണം, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. The first one, let us discuss about spring season. The first one, let us discuss about spring season. Okay. സ്പ്രിംഗ് സീസൺ. ഇവിടെ ഞാനിത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണ്? ഇന്ത്യ വിച്ച് സിറ്റുവേറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയർ ഏതാണ്? അത് അവിടെ ആയിട്ട് വരും ഇന്ത്യ കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ അല്ലേ? ഇന്ത്യ വിച്ച് സിറ്റുവേറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാലാവസ്ഥ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഇത് ഹെമിസ്ഫിയറിനനുസരിച്ച് ചേഞ്ച് വരും. അപ്പോൾ നമുക്കത് നോക്കണ്ട, ശ്രദ്ധിക്കണം. ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റിലാണ് പറയാനില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതാണ് ഇന്ത്യ? ഏത് ഹെമിസ്ഫിയറിലാണ്? ഇന്ത്യ ദാറ്റ് സിറ്റുവേറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാലാവസ്ഥ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് us ഡിസ്കസ് ദ ഫസ്റ്റ് സീസൺ, സ്പ്രിംഗ് സീസൺ. ഓക്കെ, you know about this day, that is March 21st. In northern hemisphere, the spring season that experience between March 21st to June 21st. In northern hemisphere, okay, you know that India that situates in northern hemisphere. The northern hemisphere, the spring season that experience between March 21st to June 21. ഉത്തരാർദ്ധഗോളത്തിൽ നമ്മുടെ വസന്തകാലം സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് ബിറ്റ്വീൻ മാർച്ച് 21st ആൻഡ് ജൂൺ 22. ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? മാർച്ച് 21നും ജൂൺ 21നും ഇടയിലാണ്. ദാറ്റ് ഈസ് ദ സ്പ്രിംഗ് സീസൺ. ഓക്കെ, അപ്പോൾ ദ സ്പ്രിംഗ് സീസൺ ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ബിറ്റ്വീൻ ജൂൺ 21st. യു നോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ഡേ. വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡേ? ദിസ് ഈസ് ഈക്വനോക്സസ് ആൻഡ് ദിസ് ഈസ് summer solstice. Between these days, northern hemisphere that experience spring season. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, the transition period between winter to summer. ഇപ്പൊ നോക്കിയാൽ ഞാൻ ഈ ഒരു ലൈനല്ലേ ഫില്ല് ചെയ്ത്, ശരിക്കും ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ. ഇങ്ങനെ ലൈൻ ഏതാ? ഈ ലൈൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിന്റർ ആണ്, ഇത് സമ്മർ ആണ്. ഇത് ഞാൻ ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ്, അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇൻ അതർ വേസ് ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ, ഇവിടെ ഞാൻ ഫില്ല് ചെയ്യുന്നത് ഏതായിരിക്കും? ബിറ്റ്വീൻ വിന്റർ ടു സമ്മർ, സ്പ്രിംഗ് സീസൺ, ആൻഡ് ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ വിന്റർ ടു സമ്മർ. വിന്ററിന്റെയും സമ്മറിന്റെയും ഇടയിലുള്ള ട്രാൻസിഷൻ പീരീഡിനെയാണ്, ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള കാലം. മലയാളത്തിൽ നമ്മൾ അതിന് പരിവർത്തന കാലം എന്ന് പറയുന്നത്. ഇതേതാണ്? ഇത് വിന്റർ, ഇതോ സമ്മർ. ഇത് വിന്റർ, ഇത് സമ്മർ. ഇതിന്റെ ഇടയിലുള്ള കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഇടയിലുള്ള കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പ്രിംഗ്. ഓക്കെ, ദിസ് ഇസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ വിന്റർ ആൻഡ് സമ്മർ. വിന്ററിന്റെയും സമ്മറിന്റെയും ഇടയിലുള്ള ട്രാൻസിഷൻ പീരിയഡ് ആണ് എന്ന് പറയുന്നത് സ്പ്രിംഗ്. ഇനി ദ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിംഗ് സീസൺ ഈസ് പ്ലാന്റ്സ് ആർ സ്പ്രൗട്ടിങ്. പ്ലാന്റ്സ് ആർ സ്പ്രൗട്ടിങ്, അതായത് ചെടികൾ തളിർക്കുക. സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ തളിർക്കുക എന്നാണ്. പ്ലാന്റ്സ് ആർ സ്പ്രൗട്ടിങ്. ചെടികൾ തളിർക്കുന്നത് ഈ കാലത്താണ്. ചെടികളിലൊക്കെ പുതിയ ഇലകളൊക്കെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. പ്ലാന്റ്സ് ആർ സ്പ്രൗട്ടിങ് ആൻഡ് ദ മാംഗോ ട്രീസ് ആർ ബ്ലൂമിങ്. മാവിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. ആൻഡ് ദ ജാക്ക് ഫ്രൂട്ട്സ് ട്രീസ് ബെയറിംഗ് ബഡ്സ്.
ബെയറിംഗ് ബഡ്സ് എന്നാൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ചക്കകൾ ഉണ്ടാവുന്നത്. പ്ലാവ് കായ്ക്കുന്നതും പ്ലാവിൽ ചക്ക ഉണ്ടാവുന്നതും ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇത് ഏതിന്റെ പ്രത്യേകതയാണ്? ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിംഗ് സീസൺ. വൺ മോർ ടൈം, ദ സ്പ്രിംഗ് സീസൺ ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഓവർ ദി northern hemisphere between March 21st to June 21st. നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് 21 ജൂൺ 21 ഇടയിലാണ്. ഇൻ അതർ വേസ്, the transition period between what is this? This is winter season and this is also summer season. This is summer season, this is winter season. Hence this is the transition period. ഇതിൻ്റെയും ഇടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ വരക്കാം, അപ്പോൾ ശരിക്കും മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ വരക്കാത്ത ഈ ഭാഗം പറഞ്ഞിട്ടില്ലല്ലോണ്ട് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ വിന്റർ ടു സമ്മർ, ദാറ്റ് ഈസ് spring season. And the other features of the spring season is plants are sprouting. ചെടികൾ തളിർക്കുന്നത് അല്ലെ, ചെടികളൊക്കെ തളിർത്ത് വരുന്നതും അവയിൽ പുതിയ ഇലകൾ ഉണ്ടാവുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. ആൻഡ് ദ മാംഗോസ് ട്രീസ് ആർ ബ്ലൂമിങ് എന്ന് പറഞ്ഞാൽ അത് പൂക്കുക. മാവ് പൂക്കുന്നതും ചെറിയ കുഞ്ഞു മാങ്ങകളൊക്കെ ഉണ്ടാവുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ആൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീസ് ആർ ബെയറിംഗ് ബഡ്സ്. ഈ പ്ലാവില് ചെറിയ കുഞ്ഞു ചക്കകൾ ഉണ്ടാവുന്നതൊക്കെ ഈ കാലത്തിലാണ്. ഏത് കാലത്ത്? നമ്മുടെ സ്പ്രിങ്ങിലാണ്. ഈ സ്പ്രിംഗ് കാലത്താണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ദിസ് ഇസ് ദ സ്പ്രിംഗ് സീസൺ. ഓക്കെ, ദ നെക്സ്റ്റ്, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ദ നെക്സ്റ്റ് ഈസ് സമ്മർ. സമ്മർ ഈസ് വെരി സിമ്പിൾ. സമ്മർ എന്ന് പറയാൻ നോക്കിയേ, എന്താണ് സമ്മർ? കണ്ടോ, ഇത് ഇവിടെ എത്തിയിട്ട്, അപ്പൊ സൂര്യൻ ഇവിടെ എത്തിയേ. സമ്മർ, this is the period, this is the season between June 21st to September 23rd. You know, this is the seasons that experience in northern hemisphere, because India that is situates in northern hemisphere. Okay, then this is the period between June 21st to September 23rd, the northern hemisphere that experience summer season. This is the second season. ഇതാണ് സമ്മർ സീസൺ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ അതിനെ വേനൽക്കാലം എന്ന് വിളിക്കുക. ഏതിനിടയിലാ? ജൂൺ 21 സെപ്റ്റംബർ 23 ഇടയിൽ ദ പൊസിഷൻ ഓഫ് ദ സൺ, the apparent movement of the sun or this position of the sun that experience between Tropic of Cancer to equator. This period, this 3 months that experience over the northern hemisphere as summer seasons that experience over the northern hemisphere between June 21st to September 23rd. Okay, ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസൺ ആയിരിക്കും? സമ്മർ ആയിരിക്കും. When the time the position of the sun that experience between Tropic of Cancer to equator. Okay, that is summer season. It is very simple. Okay, ഇപ്പൊ രണ്ടെണ്ണമായി. ഒന്ന് സ്പ്രിംഗ് സീസൺ പറഞ്ഞു, സമ്മർ സീസൺ പറഞ്ഞു. സമ്മർ എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഇടയിലാ? ജൂൺ 21 സെപ്റ്റംബർ 23 ഇടയിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായിരിക്കും, സമ്മർ ആയിരിക്കും, സമ്മർ സീസൺ. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായിരിക്കും. ദെൻ അതായത് അന്ന് സൂര്യന്റെ സ്ഥാനം ഏതിന്റെ ഇടയിലായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ഇക്വേറ്റർ. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഇനി അടുത്താണ് ഓട്ടം സീസൺ. You know, this is the transition period between what is this? This is summer. അപ്പോൾ this is the transition period. ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് ഈ ഓട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സമ്മർ അല്ലേ? ഇത് ഏതായിരിക്കും? ഇത് ഞാൻ വരച്ചിട്ടില്ല. ഏതാ? ഇത് വിന്റർ ആണ്. This is the transition period between summer and winter. That is autumn season. The autumn season that experience over the northern hemisphere between September 23rd to December 22.
when the time the position of the sun that experience between equator to tropic of Capricorn, that is autumn season. നോക്കിയേ, ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ ഈ ഹേമന്തകാലം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇടയിലാ? ഇത് സെപ്റ്റംബർ 23-നും ഡിസംബർ 22-നും ആ കാലയളവിൽ സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇക്വേറ്ററിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലായിരിക്കും. ഈ കാലയളവിനെയാണ് നമ്മൾ ഓട്ടം സീസൺ എന്ന് വിളിക്കുക. ഇനി മറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ എന്താ അറിയോ? ദിസ് ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള കാലം എന്നിട്ട് പറയാം. ദിസ് ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ സമ്മർ ടു വിന്റർ. നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്കാം. നമ്മൾ ലാസ്റ്റ് പറയാം. ദിസ് ഈസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ സമ്മർ ടു വിന്റർ, ദാറ്റ് ഈസ് ഓട്ടം സീസൺ. ഇനി അതിന്റെ കുറച്ച് പ്രത്യേകതകൾ. The trees shed their leaves. The trees shed their leaves. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മരങ്ങൾ ഇല പൊഴിക്കുന്നത് ആ കാലത്താണ്. ഈ മരങ്ങളൊക്കെ ഇല പൊഴിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മരങ്ങൾ ഇല പൊഴിച്ചിരിക്കുന്ന കാലം ഉണ്ടാവും. ആ കാലത്താണ് ഏത് സംഭവം? നമ്മുടെ ഈ ഓട്ടം സീസൺ. ദ ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. അവരെന്ത് ചെയ്യുക? അവരുടെ ഇലകൾ പൊഴിക്കുന്ന കാലം എന്നാണ്. അത് ഈ ഓട്ടം കാലത്തായിരിക്കും കേട്ടോ. Then the atmospheric temperature that is decreasing. ആ കാലത്ത് അന്തരീക്ഷ ഊഷ്മാവ് കുറയും. ഇതൊക്കെ നമ്മുടെ ഈ ഏതുമാണ് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യമായിട്ട് പറയാം. നമ്മളെ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയാം. നമ്മൾ സദേൺ ഹെമിസ്ഫിയർ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു? ഈ ഓട്ടം സീസൺ ഒന്നുകൂടി പറയാം. ഓട്ടം സീസൺ, ദിസ് ഇസ് ദ ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ സമ്മർ ടു വിന്റർ. When the time in case of the time that is between September 23 to December 23rd. Sorry, September 23rd to December 22. When the time, the position of the sun that experience between equator to tropic of Capricorn. The another speciality of this season is the trees are shed their leaves and അതിന് കൂടാതെ എന്താ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിക്രീസ് ഇൻ നേച്ചർ. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് അന്തരീക്ഷ ഊഷ്മാവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഈ ദിവസത്തിന്റെ പേരാണ് ഇത് ഓട്ടം സീസൺ. അനുഭവപ്പെടുന്നത് ബിറ്റ്വീൻ സെപ്റ്റംബർ 23rd ടു ഡിസംബർ 22. ഓക്കെ, ഇനി നാലാമത്തത് എല്ലാവർക്കും അറിയാം, വിന്റർ, ശൈത്യകാലം, മഞ്ഞുകാലം എന്നൊക്കെ പറയും നമ്മൾ. ദ വിന്റർ സീസൺ, ഇതൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മളിപ്പോൾ ഈ ഇത് പൊസിഷൻ ഓഫ് ദി സൺ എന്താണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ ഈ ക്ലൈമറ്റ് പറയുന്നത് ഏതാണ്? നമ്മൾ ഈ സീസൺ പറയുന്നതൊക്കെ എവിടെയാണ്? ഇതെല്ലാം അനുഭവപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാട്ടോ. കാരണം ഇതും കൂടി പറഞ്ഞത് കൺഫ്യൂഷൻ ആവും. ഞാൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ദാറ്റ് ഈസ് വിന്റർ സീസൺ. വിന്റർ സീസൺ that experienced over the northern hemisphere between December 22 to March 21st. The winter season that experienced over the northern hemisphere between December 22 to March 21. March 21st. ഇതിന്റെ ഇടയിലാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? വിന്റർ അനുഭവപ്പെടുന്നത്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. 4 ക്ലൈമറ്റ് സീസണും പഠിച്ചു. സ്പ്രിംഗ് സീസൺ, this is the transition period between, what is this? Winter, between winter to summer. This is summer. Okay, that is summer. And spring is the transition period between winter to summer. ഇതിന്റെ അടിയിലുള്ള സംഭവം, ഇതിന്റെ അടിയിലല്ല ഇത്. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത്? സ്പ്രിംഗ് എന്ന് പറയുന്നത്. സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്താ? That experience between March 21st to June 21st over the northern hemisphere. When the position of the sun that experience between equator to tropic of Cancer, that is spring season. Otherwise, it is the transition period between winter to summer. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പ്രിംഗ് സീസൺ എന്ന് പറയാം. ഇനി രണ്ടാമത്തേത് സമ്മർ ആണ്, വേനൽക്കാലം അല്ലെ? എളുപ്പമാണ്. വേനൽ, അതായത് സമ്മർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ജൂൺ 21st ടു സെപ്റ്റംബർ 23rd. And the time, the position of the sun that experience between the tropic of Cancer to equator. That's enough. Okay, ഇനി അടുത്ത ഏതാ?
ഇതാണ് the autumn. Autumn is the transition period between summer to winter. When the time the trees shed their leaves and the atmospheric temperature is comparatively decreasing. Decreasing. അപ്പോൾ ഞാൻ നേരത്തെ ഡിക്രീസിങ് തന്നെയല്ലോ പറഞ്ഞു, ഡിക്രീസിങ്, ഇൻക്രീസിങ് അല്ലല്ലോ, ഡിക്രീസിങ് ആണ്. കമ്പാരിറ്റീവ്ലി ഡിക്രീസിങ് ആണ്, ശ്രദ്ധിക്കണേ, കമ്പാരിറ്റീവ്ലി ഡിക്രീസിങ് ആണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്താണ്? കമ്പാരിറ്റീവ്ലി ഡിക്രീസിങ് ആണ്, കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് ഓട്ടം സീസൺ. അപ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻക്രീസിങ് ആണോ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഡിക്രീസിങ് ആണ് ശരിക്കും കേട്ടോ, ശരിക്കും ഡിക്രീസിങ് ആണ്, ഇൻക്രീസിങ് അല്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഏതിന്റെ ഓട്ടം സീസണിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് വിന്റർ ആണ്. ദിസ് ഇസ് ദ പീരിയഡ്, ദിസ് ഇസ് ദ സീസൺ ദാറ്റ് എക്സ്പീരിയൻസ് ബിറ്റ്വീൻ December 22 to March 21. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളുണ്ട്. സ്പ്രിംഗ് സീസണിന് കുറച്ച് പ്രത്യേകത, 2 ഉണ്ട്. ഒന്ന് ഡേറ്റും അതിന്റെ ഇതും കൂടി. പിന്നെ എന്താ പ്രത്യേകത എന്താ? പ്ലാന്റ്സ് ആർ സ്പ്രൗട്ടിങ്, മാംഗോ ട്രീസ് ആർ ബ്ലൂമിങ്. പിന്നെ ഏതാ? പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ. Then third, jackfruit trees that bearing their buds. Okay, the autumn-ന്റെ ആണെങ്കിലോ, autumn season-ന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, autumn season-ന്റെ പ്രത്യേകത trees shed their leaves and the atmospheric temperature that is decreasing nature. Okay, that's enough. അപ്പോൾ ഈ 4 കാലാവസ്ഥ പഠിച്ചല്ലോ. ഓക്കെ, നിങ്ങൾക്കൊരു ടേബിൾ പരിചയപ്പെടുത്തണം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊരു ടേബിളായിട്ട് ഒന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് അഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് സിമ്പിളാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കാവുന്ന ടേബിൾ 12ാമത്തെ പേജിൽ 1.1 ആ ടേബിൾ. നമുക്ക് ആ ടേബിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം മന്ത്സ് ആണ്. മന്ത്സിൽ ഏതാണ്? ഫ്രം March 21 to June 21. നിങ്ങൾ നേരത്തെ വരച്ച ചിത്രം കൂടി ഒന്ന് ഓർമ്മയിലെടുക്കുക. ഫ്രം March 21 to June 21. അപ്പോൾ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എവിടെയാണ്? ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ക്ലൈമറ്റ് എന്തായിരിക്കും, സീസൺ എന്തായിരിക്കും? സ്പ്രിംഗ് ആണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലോ ഓട്ടം. ഇനി അടുത്ത് ഫ്രം June 21 to September 23. ഫ്രം June 21 to September 23. ആ സമയത്ത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എവിടെ കാര്യം? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ കാര്യം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ ആയിരിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് നമ്മുടെ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സമ്മർ ആവും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വിന്റർ. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ നോക്കിയേ, ഫ്രം September 23 to December 22. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഫ്രം ദി ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ആ സമയത്ത് നമ്മുടെ ഹെമിസ്ഫിയർ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ഓട്ടമാണ്. സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്. ഇനി നാലാമത്തത് ഫ്രം December 22 to March 21. ഫ്രം ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദി ഇക്വേറ്റർ. ആ സമയത്ത് നമ്മുടെ ക്ലൈമറ്റ് എന്താണ്? നമ്മുടെ ഇതിൽ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? വിന്റർ ആണ്. അപ്പുറത്താണെങ്കിൽ സമ്മർ, അതായത് സദേണിൽ സമ്മർ. ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഈ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം. ഈ സ്പ്രിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതായാലും ഓട്ടാണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. സ്പ്രിങ്ങിന്റെ ഓപ്പോസിറ്റ് ഓട്ടായി കാര്യം, സമ്മറിന്റെ ഓപ്പോസിറ്റ് വിന്റർ ആയി കാര്യം. അപ്പോൾ ഓട്ടത്തിന്റെ ഓപ്പോസിറ്റോ സ്പ്രിംഗ് ആയിക്കാരും, വിന്ററിന്റെ ഓപ്പോസിറ്റോ സമ്മർ ആയിക്കാരും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആവുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. അതാരാ? ഓട്ടം. സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആവുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ ഓപ്പോസിറ്റ് ആരാ? ഓട്ടം. സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? വിന്റർ. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് മാറാൻ പാടില്ല. സ്പ്രിങ്ങിന്റെ ഓപ്പോസിറ്റ് ഓട്ടം, സമ്മറിന്റെ ഓപ്പോസിറ്റ് വിന്റർ, നേരെ തിരിച്ചു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് 2 ടേമുകളാണ്. അതാണ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. The next we are going to discuss about the 2 other term, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഈ ചിത്രത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ ഇതിന് മുമ്പ് എത്ര എണ്ണം പഠിച്ചു? 7 എണ്ണം പഠിച്ചു. ഓർമ്മണ്ട? 3 ഡേയ്സ് പഠിച്ചില്ലേ? ഈ ചിത്രം വെച്ചിട്ട് 3 ഡേയ്സ് പഠിച്ചു, 4 സീസണും പഠിച്ചില്ല. അപ്പൊ മൊത്തം 7 എണ്ണം ആയില്ലേ? ഇനി 2 ടേമും കൂടി ഉണ്ട്, മൊത്തം 9 എണ്ണം. അതാണ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. അപ്പൊ ആദ്യം ഉത്തരായനം എന്താ നോക്കാം. നോക്കിയേ,
ഇവിടെ എന്താണ് സൂര്യന്റെ സ്ഥാനം? ദ പൊസിഷൻ ഓഫ് ദി സൺ that experience over the topic of Capricorn, in which day that experience? In December 22. ശ്രദ്ധിക്കണേ, December 22, the position of the sun that experience over the topic of Capricorn. This is topic of Capricorn. Okay, about December 22. And in which day the position of the sun that experience over northern hemisphere, that is topic of Cancer, that is in June 21st. Okay, that is June 21st. June 21st, the position of the sun that experience over the topic of Cancer, and the December 22, the position of the sun that experience over topic of Capricorn. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് മലയാളത്തിൽ എന്താ വിളിക്കാറ്? ഈ രേഖനെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുക. അതുകൊണ്ട് മലയാളത്തിൽ പറയാം. ഈ രേഖയുടെ പേരാണ് ഉത്തരായന രേഖ എന്നാ വിളിക്കുക. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരായന രേഖ എന്ന് വിളിക്കും കേട്ടോ. ഉത്തരായന രേഖ മലയാളമാണ്. ഇതിന്റെ പേര് ഉത്തരായന രേഖ. ഇതിന്റെ പേരോ ദക്ഷിണായന രേഖ. നോക്കിയേ, ദ പൊസിഷൻ ഓഫ് ദി സൺ, the position of the sun that moves from topic of Capricorn to topic of Cancer between December 22 to June 21st, 6 months. The position of the sun that moves from topic of Capricorn to topic of Cancer. You can calculate the 6 months between those days. Okay, but that is the movement of the position of the sun from topic of Capricorn, that is in December 22, to topic of Cancer, that is in June 21st. That is and this movement of the sun from topic of Capricorn to topic of Cancer is called Uttarayanam. ഇത് എവിടേക്കാണോ പോണത് അതാണ് ഉത്തരായനം. അപ്പൊ എന്താണ് ഉത്തരായനം? ഫ്രം December 22 to June 21st, between topic of Capricorn to topic of Cancer. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ സഞ്ചാര കാലമാണ് ഉത്തരായനം. This is the movement of the position of the sun between December 22 to June 21st from topic of Capricorn to topic of Cancer. This movement of the sun, that is called ഉത്തരായനം. ഇതിനെയാണ് ഉത്തരായനം എന്ന് വിളിക്കുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്. ഇനി ഞാൻ ദക്ഷിണായനം ശരിക്കും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. In case of ദക്ഷിണായനം, that is the movement of the position of the sun from topic of Cancer to topic of Capricorn, that is experienced between June 21st to December 22. This movement of the sun from topic of Cancer to topic of Capricorn is called ദക്ഷിണായനം. എവിടേക്കാണോ ഇത് പോകുന്നത്, മൂവ് ചെയ്യുന്നത്, അതായത് ഇത് എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് ആ സ്ഥലവുമായി ചേർത്തിട്ടാണ് അതിന്റെ പേര്. ഓക്കെ, ഇതിപ്പോ ഇവിടുന്ന് ഇത് മലയാളം നോക്കണുണ്ട്. അപ്പൊ അതിന്റെ ഒരു മലയാളം കൂടി നോക്കിയാൽ നിങ്ങൾ ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ അതെന്താണ്? ഉത്തരായനം. ദക്ഷിണായന രേഖയിലേക്ക് പോകുമ്പോൾ എന്താണ്? ദക്ഷിണായനം. ഇനി ആ പീരീഡും പാടി നോക്കിയാൽ മതി. between topic of Capricorn to topic of Cancer, that is Uttarayanam. Between topic of Capricorn to topic of Cancer to topic of Capricorn, that is Dakshinayanam. രണ്ടും ആണ്ടും കണ്ടും ഓപ്പോസിറ്റ്. ഉത്തരായന രേഖയിലേക്കാണെങ്കിൽ ഉത്തരായനം, ദക്ഷിണായന രേഖയിലേക്കാണെങ്കിൽ ദക്ഷിണായനം. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും പഠിച്ചു. അപ്പോൾ മൊത്തം ഈ ഒരു ചിത്രത്തിൽ നിന്ന് 9 കിട്ടും. 9. ആദ്യം ഏതാ? ഇക്വനോക്സിസ്, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ്, സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ, ഉത്തരായനം, ദക്ഷിണായനം. അങ്ങനെ മൊത്തം എത്രയാണ്? 9 കിട്ടും. അതാണ് പഠിച്ചു വെക്കുക. എസ്സേ വരുന്ന ചാപ്റ്റർ ആട്ടോ അത്. ഈ ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ വരിക. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.